വിസ സേവനങ്ങൾ സംബന്ധിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പരസ്യങ്ങളും വാഗ്ദാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് യുഎഇയിലെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി. രാജ്യത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അംഗീകൃത സംവിധാനങ്ങൾ വഴി മാത്രമേ വിസ നടപടികൾ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചു. ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്ന 40 റിക്രൂട്ടിംഗ് ഓഫീസുകൾക്കെതിരെ ദുബായ് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിന്റെ നടപടി. നിയമനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് നടപടി. 140-ലധികം നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ലഭിച്ച പരാതികൾ പരിഗണിച്ചാണ് നടപടി. സന്ദർശക വിസ കാലാവധി തീർന്നവർക്കുള്ള ഇളവ് നീട്ടി സൗദി അറേബ്യ. രാജ്യത്തു നിന്നും തിരികെ മടങ്ങാൻ ഓഗസ്റ്റ് 24 വരെയാണ് വീണ്ടും ഇളവ് നൽകി ജനറൽ ഡയറക്ടർ ഓഫ് പാസ്പോർട്ട് പ്രഖ്യാപിച്ചത്. ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതിന് മതിയായ ഫീസുകളും പിഴകളും ഒടുക്കി അബ്ഷീർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ തവാസുൽ സേവനം മുഖാന്തരം വിസ എടുത്ത സ്പോൺസർമാരാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ മാസം 27-നാണ് കാലാവധി കഴിഞ്ഞ സന്ദർശക വിസർക്കാർക്കുള്ള 30 ദിവസത്തെ ഇളവ് അനുവദിച്ച ആദ്യ പ്രഖ്യാപനം വന്നത്. ഇനി ആനന്ദ ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.15 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.64 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റ് ദിനാർ 284.09 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 225.49 ഇന്ത്യൻ രൂപ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം. 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ചൊവ്വാഴ്ച പുലർച്ചെ 12:11 ഉണ്ടായത്. സുനാമി ഭീഷണിയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. ഇന്തോനേഷ്യയിലെ ആശയ പ്രവിശ്യയിൽ സമാങ് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറായി 259 കിലോമീറ്റർ അകലെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഓപ്പറേഷൻ മഹാദേവ് ദൗത്യത്തിൽ പകൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണം. ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്ത സുലൈമാൻ ഷായെ വധിച്ച് ദിവസങ്ങളോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾക്ക് ശേഷമെന്ന് വിവരം. സൈനിക നടപടിയിലൂടെ വധിച്ച 3 പേരും പാകിസ്ഥാൻ ഭീകരവാദികളാണ്. ഇവരിൽ നിന്നും AK-47, US നിർമ്മിത M4 കാർബൈൻ റൈഫിളിൽ നിന്നും പ്രയോഗിക്കാവുന്ന 17 ഗ്രനേഡുകൾ, വെടിയുണ്ടകൾ തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട്. ഇവർ മറ്റൊരു ആക്രമണത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് ഈ ആയുധശേഖരം സൂചിപ്പിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.